ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മുടെ കോളുകൾ ചോർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള SMS ചോർത്തുന്നുണ്ടോ, നമ്മുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലും ചോർത്തുന്നുണ്ടോ എന്ന് പല ആളുകളും ആശങ്കപ്പെടാറുണ്ട്. അതിനെക്കുറിച്ച് പല ആളുകളും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ്, ഇനി അതുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് റിമൂവ് ചെയ്ത് കളയാമെന്നുള്ളത് വളരെ ഈസിയായിട്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യാണ്. കോൾ ഡയലർ, നമ്മൾ കോൾ ചെയ്യുന്ന ഡയലർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇനി പറയുന്ന നമ്പർ അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. *# എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം 21 എന്ന് ടൈപ്പ് ചെയ്യുക. # ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ എന്തൊക്കെയാണ് ഫോർവേഡ് ചെയ്ത് പോകുന്നതെന്ന് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വോയിസ്, നിങ്ങളുടെ കോൾ വോയിസ് ആരെങ്കിലും ചോർത്തുന്നുണ്ടോ, ഡാറ്റ അല്ലെങ്കിൽ ഫാക്സ്, SMS, സിങ്ക് തുടങ്ങിയിട്ട് നിങ്ങളുടെ എല്ലാ ഡാറ്റയും ആരെങ്കിലും ചോർത്തുന്നുണ്ടോ എന്നുള്ളൊരു ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇവിടെ കാണാൻ സാധിക്കും എല്ലാത്തിനും നേരെ എൻ്റെ ഫോണിൽ നോട്ട് ഫോർവേഡ് എന്നാണ്. ഇതിനെക്കുറിച്ച് വളരെ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെ വിശദമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോക്കകത്തുള്ള സംശയങ്ങൾ ഇവിടെ നമുക്ക് തീർത്തു തരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ വിശദമായിട്ട് പറയുന്നത്. ഇവിടെ നോട്ട് ഫോർവേഡ് എന്നാണ് പല ആളുകളും അന്ന് സംശയിച്ചിരുന്നത്. നോട്ട് ഫോർവേഡ് എന്ന് ടൈപ്പ് ചെയ്തോടി പല ആളുകളും ആശങ്കപ്പെട്ടു. ഇവിടെ നോട്ട് ഫോർവേഡ് എന്നാണ്, നിങ്ങളുടെ ഫോർവേഡ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എല്ലാം നോട്ട് ഫോർവേഡാണ്, ഒന്നും ഫോർവേഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നോട്ട് ഫോർവേഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ഏതെങ്കിലും കോളുകളോ മറ്റോ ചോർത്തുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾക്കൊരു നമ്പർ കാണിക്കും. അധിക നമ്പറുകളും പൂർണ്ണമായിട്ടുള്ള നമ്പറായിരിക്കില്ല. പൂർണ്ണമായിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കാരണം അത് മൊബൈൽ ഫോണിൻ്റെ സെർവർ കണക്ട് ചെയ്യാനുള്ള നമ്പറാണ്. ഒരു പൂർണ്ണമായ മൊബൈൽ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കോളുകൾ ആരെങ്കിലും ചോർത്തുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെങ്കിലും ഡാറ്റകൾ ആരെങ്കിലും ചോർത്തുന്നുണ്ട്. ഇനി ഇങ്ങനെ ആരെങ്കിലും ചോർത്തുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ## എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 002 എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും # ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ നമ്പർ ഒന്ന് നിങ്ങൾ എൻ്റർ ചെയ്യുക. ശേഷം കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കാണാൻ സാധിക്കും ഓൾ എറേസ് സക്സസ്ഫുൾ എന്ന്. ഏതെങ്കിലും ഫോർവേഡ് ആയി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം കോൾ ഫോർവേഡിംഗ് ആണെങ്കിലും വലിയ മറ്റേത് ഫോർവേഡിംഗ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഓൾ എറേസ് സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നമ്മൾ എറേസ് ചെയ്തു, ബ്ലോക്ക് ചെയ്തു, ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കാനും, ഇനി അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്താൽ അത് എറേസ് ആയി പോകും. അപ്പം ഈ കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.